ഒക്ടോബർ 19, 2024 കടപ്പ, ആന്ധ്രാപ്രദേശ്. കാടിനോട് ചേർന്നുള്ള വയലിൽ അവിടെയുള്ള ഗ്രാമവാസികൾ രാവിലെ 9 മണിക്ക് വയലിൽ അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ടുള്ള ഒരു ശബ്ദം അവർക്ക് കേൾക്കുകയാണ്. എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നതെന്ന് നോക്കുന്ന അവർക്ക് ആ കാട്ടിൽ നിന്നാണ് ആ ശബ്ദം വരുന്നതെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോവുകയാണ്. അവിടെ പോയ അവർ ഒരു നിമിഷം സ്തംഭിച്ചു പോവുകയാണ്. കാരണം അവരവിടെ കണ്ടത് ഒരു പെണ്ണ് തീയിൽ കത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഉടൻ തന്നെ പോലീസിനും ആംബുലൻസിലും അവിടെയുള്ളവർ വിളിച്ചു പറയുകയാണ്. പോലീസ് അവിടെ വന്ന് നോക്കുന്ന സമയത്ത് 80% ആ പെണ്ണ് കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഉടനടി അവരെ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആന്ധ്രാപ്രദേശിൽ റീസെൻ്റായി നടന്ന ഈ സംഭവം വളർന്നു വരുന്ന ഓരോ കുട്ടിയും കാണേണ്ട ഒരു വീഡിയോയാണിത്. ആരാണ് ആ പെണ്ണ്? ആരാണ് ആ പെണ്ണിനെ കത്തിച്ചത്? ശരിക്കും അന്നവിടെ എന്താണ് സംഭവിച്ചത്? ആരാണ് ഇതിനു പിന്നിൽ? ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ റീസെൻ്റായി നടന്ന ഈ സംഭവത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ അക്ബർ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദി ട്രൂ ഫയൽസ്. വെൽക്കം ബാക്ക്. ട്രൂ ക്രൈം സ്റ്റോറീസ്, ഗോസ്റ്റ് സ്റ്റോറീസ്, മിസ്റ്ററി സ്റ്റോറീസ് കേൾക്കുവാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്തു വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലുള്ള ഇൻവെസ്റ്റിഗേഷൻ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സജഷൻ ചെയ്യുക. ഇപ്പോൾ ക്രൈം സീൻ നടന്ന സ്ഥലത്ത് പോലീസ് പോയിട്ട് അന്വേഷിക്കുകയാണ്. അതിൽ പോലീസുകാർക്ക് തീയിൽ കത്താതെയും കത്തിയുമായിട്ടുള്ള 3 സാധനങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു നോട്ട്ബുക്ക്, ഒരു സിഗരറ്റ്, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ. ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കപ്പെട്ട ആ പെണ്ണ് ഗുരുതരാവസ്ഥയിലാണെന്ന് പോലീസിന് ഇൻഫർമേഷൻ കിട്ടുന്നത്. കുറച്ചു നേരം മാത്രമേ ഇനി ആ പെണ്ണ് ജീവനോടെ ഉണ്ടാകൂ എന്നറിഞ്ഞ പോലീസ് സംഭവത്തെക്കുറിച്ചിട്ടുള്ള അവസാനത്തെ വാക്കുമൂലം വാങ്ങാൻ വേണ്ടിയിട്ട് ആശുപത്രിയിലേക്ക് പോവുകയാണ്. പാതി കത്തിക്കരിഞ്ഞ ശരീരവും അതിൽ നിന്ന് വരുന്ന ഭയാനകമായ വേദനയിലും ആ പെണ്ണ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ റീസെൻ്റായിട്ട് നടന്ന ഈ സംഭവത്തെ ഇത്ര സെൻസേഷണലായിട്ട് കൊണ്ടുപോയതും. ആന്ധ്ര CM ആ പെൺകുട്ടിയുടെ പേരൻസിൻ്റെ അടുത്ത് നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പെൺകുട്ടിയെ ഞങ്ങൾ രക്ഷിക്കാമെന്നും ഇങ്ങനെ ചെയ്തവനെ എത്രയും പെട്ടെന്ന് പിടികൂടുക തന്നെ ചെയ്യുമെന്നും പറയുകയാണ്. എന്നിട്ട് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സസ്പെക്റ്റിനെ എത്രയും പെട്ടെന്ന് പിടിക്കണമെന്നും ഓർഡർ വിടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കടപ്പ SP ഹർഷവർദ്ധന്റെ നേതൃത്വത്തിൽ 4 ടീമുകളായിട്ട്, സ്പെഷ്യൽ ടീമുകളായിട്ട് ഇത് ആരാണ് ചെയ്തതെന്ന് തീവ്രമായിട്ട് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പിറ്റേ ദിവസം പുലർച്ചെ 3:30 മണിക്ക് ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്ന ആ പെൺകുട്ടി മരണപ്പെടുന്നത്. ഇതറിഞ്ഞ പേരൻസ് നെഞ്ചുപൊട്ടി കരയുകയാണ്. കാരണം തൻ്റെ മകളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം, അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഏതൊരു പെൺകുട്ടികളുടെ പേരൻസും ചിന്തിക്കുന്നതാണ്. പക്ഷേ അവരുടെ മകൾക്ക് അവിടെ നടന്നത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അപ്പോൾ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. അതായത് കടപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം കുറച്ച് അകലെയായിട്ട് ഒരു സ്ഥലത്ത് സസ്പെക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഫർമേഷൻ പോലീസുകാർക്ക് കിട്ടുകയാണ്. എന്നിട്ട് പോലീസ് അവിടെ പോയിട്ട് 19 വയസ്സുള്ള ചക്കാള വിഘ്നേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ പോലീസ് ചോദിക്കുന്ന രീതിയിൽ ചോദിച്ചപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ആ പെൺകുട്ടി നൽകിയ സ്റ്റേറ്റ്മെൻറ്റും ഇവ നൽകിയ സ്റ്റേറ്റ്മെൻറ്റും ഒരേപോലെ മാച്ച് ആവുകയാണ്. അങ്ങനെ ആ പെൺകുട്ടി പറഞ്ഞത് എന്താണ്, ഇവൻ പറഞ്ഞത് എന്താണ്, നമുക്ക് നോക്കാം. വിഘ്നേഷ് എന്ന് പറയുന്ന ആ പയ്യനും ആ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന +1 പഠിക്കുന്ന ആ പെൺകുട്ടിയും ഒരേ നാട്ടുകാരാണ്. ചെറുപ്പം തൊട്ടേ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ അടുപ്പം പ്രണയമായി മാറുകയാണ്. ഒരു ഘട്ടത്തിൽ അത് ബ്രേക്കപ്പിലേക്ക് പോവുകയാണ്. എന്നാലും +1 പഠിക്കുന്ന ആ പെൺകുട്ടിയെ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പലതവണ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഇവൻ ആ പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി കിട്ടുകയാണ്. അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ തന്നെ ഒരു പെൺകുട്ടിയെ നോക്കി പരിചയപ്പെട്ട് ആ പെൺകുട്ടിയെ തന്നെ ഇവൻ കല്യാണം കഴിക്കുകയാണ്. കല്യാണത്തിന് ശേഷം ഇവൻ ഭാര്യയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നുവെങ്കിലും കുടുംബം, പഠിത്തം, ജീവിതം എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയും സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നുവെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല.
എന്നാൽ അതിനുശേഷം നടന്ന സംഭവങ്ങളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതായത് ഇവൻ ആ പെൺകുട്ടിയെ ബ്രേക്കപ്പ് ചെയ്തതിനു ശേഷവും ആ പെൺകുട്ടിയുമായിട്ട് പലതവണ ഇവൻ കോണ്ടാക്റ്റിലുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, എപ്പോഴും നിന്റെ ചിന്തകളാണ് എന്ന് പറഞ്ഞ് പറ്റിച്ച് ആ പെൺകുട്ടിയുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഇവൻ ഉണ്ടായിരുന്നു. പലതവണ ഇവനോട് ആ പെൺകുട്ടി എന്നെ കല്യാണം കഴിക്കണമെന്നും പറയാറുണ്ടായിരുന്നു. പക്ഷെ അവനക്കത് സാധിക്കില്ലായിരുന്നു. കാരണം ഇവനക്ക് ഓൾറെഡി കല്യാണം കഴിഞ്ഞ് ഇവൻ്റെ ഭാര്യ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവൻ ആ പെൺകുട്ടിയെ കണ്ടിരുന്നത് എൻ്റെ മുൻകാമുകിയല്ലേ അവളെ ഞാൻ വെറും കാമത്തിന് വേണ്ടി മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എന്ന് ഇവൻ ചിന്തിക്കുകയാണ്. അങ്ങനെ ആ പെൺകുട്ടി ഇവനെ കല്യാണം കഴിക്കാൻ പറയുന്നത് ഇവനക്ക് അത്ര ദഹിക്കുന്നുണ്ടായിരുന്നില്ല. പലതവണ ഇവർക്കിടയിൽ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ വഴക്കുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് സഹിക്കാൻ വയ്യാതെ അവസാനം അവനൊരു തീരുമാനമെടുക്കുകയാണ്. അത് തെറ്റായിട്ടുള്ള ഒരു തീരുമാനം, അവളെ കൊല്ലുക. അങ്ങനെയാണ് സംഭവം നടക്കുന്ന അന്ന് ഒക്ടോബർ 19, 2024 രാവിലെ അവൻ്റെ ഫോണിൽ നിന്ന് ആ പെൺകുട്ടിയെ വിളിക്കാതെ അവൻ്റെ വൈഫിൻ്റെ ഫോണിൽ നിന്ന് ആ പെൺകുട്ടിയെ വിളിക്കുകയായിരുന്നു. ഇങ്ങനെ ചെയ്താൽ തന്നെ പോലീസ് കണ്ടുപിടിക്കില്ല എന്ന് ആ ബുദ്ധിശാലി ചിന്തിക്കുകയാണ്. മാത്രമല്ല നമ്മൾക്ക് മീറ്റ് ചെയ്യണമെന്നും ആ പെൺകുട്ടിയോട് അവൻ പറയുകയാണ്. ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് പുലർച്ചെ 5 മണിക്ക് ഇവൻ്റെ ബൈക്കുമായിട്ട് അടുത്തുള്ള പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ അടിക്കുന്നുണ്ട്. എന്നിട്ട് ആളനക്കമില്ലാത്ത ഒരു സ്ഥലത്ത് വന്ന് ബൈക്ക് ഒതുക്കിയതിന് ശേഷം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ ബൈക്കിൽ നിന്ന് 1/2 ലിറ്റർ പെട്രോൾ ഇവൻ ഊറ്റിയിട്ട് അത് ഇവൻ്റെ ബാഗിൽ സേഫായിട്ട് ഒളിച്ചു വെക്കുന്നുണ്ട്. ഇപ്പോൾ സമയം രാവിലെ 7 മണി. കോളേജിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ആ പെൺകുട്ടി. എന്നിട്ട് ഒരു ഓട്ടോയിൽ കയറി പോവുകയാണ്. ഓട്ടോ പാതി ദൂരം കഴിഞ്ഞതും ആരും അറിയാതെ ഇവനും ആ ഓട്ടോയിൽ കയറുകയാണ്. എന്നിട്ട് സിറ്റിയിൽ നിന്ന് അകലെ, അതായത് ഒരു 10 കിലോമീറ്റർ കടന്നതും ഒരു ഫ്ലൈവുഡ് ഫാക്ടറിയുടെ അടുത്ത് പോയിട്ട് ഓട്ടോ നിൽക്കുകയാണ്. അതിൽ നിന്ന് 2 പേരും ഇറങ്ങുകയാണ്. എന്നിട്ട് ഫാക്ടറിയുടെ അടുത്തുള്ള ഒരു കാട്ടിലേക്ക് 2 പേരും കൂടി പോവുകയാണ്. അങ്ങനെ ആ കാടിനുള്ളിൽ പോയ അവർ കുറച്ചു നേരം സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഇരിക്കുകയാണ്. അതിനുശേഷം ആ പെൺകുട്ടി ഓക്കെ എന്നെപ്പോഴാണ് നീ കല്യാണം കഴിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ കയ്യിലുണ്ടായിരുന്ന ഒരു സിഗരറ്റ് വായിൽ വെച്ച് കത്തിക്കുകയാണ്. എന്നിട്ട് ഈ സമയത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് എന്ന് കൊടൂരമായിട്ട് ആ പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് ചിന്തിക്കുകയാണ്. എന്നിട്ട് ഒട്ടും ആലോചിക്കാതെ അവൻ കൊണ്ടുവന്ന ബാഗിൽ നിന്ന് പെട്രോൾ എടുത്തിട്ട് ആ പെൺകുട്ടിയുടെ മേലെ ഒഴിക്കുകയാണ്. ആ പെൺകുട്ടി എന്താണ് നീ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ ഉപയോഗിച്ചിട്ട് ആ പെൺകുട്ടിയുടെ ചുരിദാറുമേൽ കത്തിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ മേലെ പെട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ തീ ആളി കത്താൻ തുടങ്ങുകയാണ്. ആ സമയം കൊണ്ട് ഇവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണ്. പെട്രോളിൽ തീ പിടിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ ശരീരം ഇപ്പോൾ ആളിക്കത്താൻ തുടങ്ങുകയാണ്. അപ്പോൾ കൊടൂരമായിട്ടുള്ള വേദനയിൽ ആ പെണ്ണ് കരയാൻ തുടങ്ങുകയാണ്. എന്നെ രക്ഷിക്കണേ എന്ന് ആ പെൺകുട്ടി കരയാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നതും. ഈ കേസ് കേട്ട നിങ്ങൾക്ക് ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ? ആ പെൺകുട്ടിയെ വളർത്തി വലുതാക്കി അവളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്ത് അവളെ കണ്ണടച്ച് വിശ്വസിച്ച പേരൻസ് ആണോ തെറ്റുകാർ? അതോ ബ്രേക്കപ്പ് ആയും അവനക്ക് കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞും അവനുമായിട്ട് കോണ്ടാക്റ്റിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഇരുന്ന ആ പെൺകുട്ടിയുടെ മേലെയാണോ തെറ്റ്? അതോ ആ പെൺകുട്ടിയെ യൂസ് ചെയ്ത അവൻ്റെ മേലെയാണോ തെറ്റ്? ആ പെൺകുട്ടി കല്യാണം കഴിക്കണമെന്ന് ഇവനോട് ടോർച്ചർ ചെയ്തതുകൊണ്ട് ഇവൻ ആ പെൺകുട്ടിയെ കൊല്ലാമെന്ന് ചിന്തിക്കുന്നതിന് പകരം അത് എങ്ങനെയെങ്കിലും സംസാരിച്ച് ഒതുക്കാമെന്ന് ഇവൻ ചിന്തിക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് ഈ സംഭവം അവിടെ നടക്കില്ലായിരുന്നു. ഇതിൽ നഷ്ടം സംഭവിച്ചത് ആർക്കാന്ന് നോക്കിയാൽ ആ പെൺകുട്ടിയുടെ പേരൻസിനും ഇവനെ വിശ്വസിച്ച് കല്യാണം കഴിച്ച ആ പെൺകുട്ടിക്കുമാണ്. മാത്രമല്ല ആ പെൺകുട്ടി ഈ സംഭവം നടക്കുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. മാത്രമല്ല ആന്ധ്ര CM കുറ്റവാളിയായ വിഘ്നേഷിന് മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും കൊടുക്കരുതെന്ന് ഈ കേസ് അന്വേഷിക്കുന്ന ഓഫീസേഴ്സിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് നടന്ന ഈ സംഭവം എക്സ്പ്ലെയിൻ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റിൽ പറയാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക. പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്, ഇൻവെസ്റ്റിഗേഷൻ അല്ലാതെ. നമ്മുടെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. യൂട്യൂബിന്റെ നോട്ടിഫിക്കേഷൻ വരാത്തവർക്ക് ഉടനടി അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് വാട്സപ്പ് ചാനൽ വഴി അറിയാവുന്നതാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായി വരുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഇൻവെസ്റ്റിഗേഷൻ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.